അയാൾ ഇന്നൊരു യാദൃശികമായൊരു പോസ്റ്റ് കാണാനിടയായി. എന്ന് വെച്ചാൽ കേരള പോലീസിൻ്റെ വെബ് പേജിൽ, അതായത് കേരള പോലീസിൻ്റെ FB പേജിൽ ഒരു പോസ്റ്റ് കാണാനിടയായി. പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കെട്ടിപ്പിടിച്ച് തോളി കൈയിട്ട് നിൽക്കുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഹൈഡ് ചെയ്ത രീതിയിൽ ഒരു മെസ്സിയും റഫറിയും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ. ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ഇത്രയും നല്ല രീതിയിൽ സ്പോർട്സിനെ നല്ല രീതിയിൽ ആരാധിക്കുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ കേരളത്തിൽ നിന്ന് ഇത്രയും ഒരു വിയേഡായുള്ള പോസ്റ്റ് അത് ഗവൺമെൻറ് ഓതറൈസ്ഡ് ചാനലിൽ കൂടെ വരുമ്പോൾ അതിനെന്തോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ആർക്കും അറിയില്ല. അറിഞ്ഞുകൊണ്ടായിരിക്കാം, മേ ബി ചിലപ്പോൾ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു പോസ്റ്റ് എങ്ങനെ വന്നു, ആര് അപ്രൂവ് ചെയ്തു? മുമ്പ് തന്നെ കേരള പോലീസിന്റെ ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഓരോ പോസ്റ്റും ഇന്ന ആൾക്ക് അയച്ച് അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമേ FB പോസ്റ്റിൽ ഇടത്തുള്ളൂ. അത് മുമ്പ് ഇറങ്ങിയ ടൈം പോസ്റ്റ് വെബ് പേജൊക്കെ ഇറക്കിയ സമയത്ത്, ഫേസ്ബുക്കിന്റെ പേജെല്ലാം ഇറക്കിയ സമയത്ത് ഇവരങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ കേസിൽ ആരെടുത്തുനിന്നാണ് അപ്രൂവൽ എടുത്തത്? ആരായിരിക്കും അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക? ഇതൊരു ജനവികാരത്തിനുള്ളൊരു പോസ്റ്റാണല്ലോ. ഒരു ഗവൺമെന്റ് അതോറിറ്റി പോസ്റ്റിനകത്ത് അല്ലെ ഗവൺമെന്റ് അതോറിറ്റി പേജിനകത്ത് ഇങ്ങനൊരു പോസ്റ്റ് അപ്രൂവ് ചെയ്ത ആരായിരിക്കും? കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താണ് ഇങ്ങനെ പോസ്റ്റ് വരുന്നത്, നിങ്ങൾ ഈ കളി കഴിഞ്ഞത് തന്നെ കോൺട്രവേഴ്സിയാണ്, അതിനെപ്പറ്റി ഒന്നും പറയാണ്ടിരിക്കാനാണ് നല്ലത്. അത് ശരിയല്ല, ഇത് ശരിയല്ല, ആ ഫാൻസ് ഈ ഫാൻസ് ഭയങ്കര രീതിയിലുള്ള കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് കേരള പോലീസ് പോലത്തെ ഒരു റെപ്യൂട്ടഡ് പേജിനകത്ത് ഈ മാതിരി ഒരു പോസ്റ്റ് വരുന്നത്. ഇപ്പോൾ കേരള പോലീസിന്റെ പേജാണ്, നമുക്ക് ചീത്ത പറയാനും പറ്റില്ല, ഇവന്മാർ വിളിച്ച് കൊണ്ടുപോകുമെന്ന് അറിയത്തില്ലല്ലോ. ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പണ്ട് ചിലപ്പോൾ കൊണ്ടുപോകായിരിക്കും. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ ന്യായീകരിച്ചും ഒപ്പോസ് ചെയ്തിട്ടും ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു. ഞാനും ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനൊരു പോസ്റ്റ് ആര് അപ്രൂവ് ചെയ്തു? എന്തിന് അപ്രൂവ് ചെയ്തു? പോസ്റ്റ് ഡിലീറ്റ് ആക്കുന്നതുകൊണ്ട് ഉള്ള ഇതെന്താണ്? ഓൾറെഡി ഇത്രയും ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, മില്യൺസ് ഓഫ് ആൾക്കാർ ഈ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഈ പോസ്റ്റ് ഡിലീറ്റ് ആക്കാൻ പോവുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ യൂസ്? ഈ പോസ്റ്റ് ഇട്ടത് ആരാണ്? അവർക്കെതിരെ നടപടി എടുക്കേണ്ടേ? അതായത് ഒരു പ്രത്യേകതരം ആൾക്കാരെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ക്രൂശിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? അപ്പോൾ അതിനെതിരെ നല്ല രീതിയിലുള്ള നടപടി എടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാരായാലും നമ്മളൊരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ ടീമിലെ പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് അഗേൻസ്റ്റ് എന്തെങ്കിലും എലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒപ്പോസിറ്റ് പറയാറുമുണ്ട്. പക്ഷെ അത് കൂടുതലും കുറേ എവിടെ നിർത്തണം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളതിൽ ഇത് ഇടപെടരുത്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് ചെയ്തത് തെറ്റാണ്, അതിങ്ങനെ ചെയ്യണമായിരുന്നു പറയുന്ന ഫാൻസും ഉണ്ട്, അഗാധമായി സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസും ഉണ്ട്. ആസ് എ നോർമൽ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ ഞാനൊരു മെസ്സി ഫാനാണ്. എന്ന നിലയിൽ കഴിഞ്ഞ കളികൾ കുറേ കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒപ്പോസ് ചെയ്തിട്ടുണ്ടാവും, ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനൊരു വാലിഡ് പോസ്റ്റ് വരണമെങ്കിൽ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. ആര് പോസ്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ അതോറിറ്റിയുടെ അപ്രൂവൽ ഇല്ലാണ്ട് ഇവരൊന്നും ചെയ്യില്ല എന്നാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ സാധനം ആര് അപ്രൂവ് ചെയ്തു എന്നുള്ളത് അറിയണം. ഇപ്പം ഞാനൊരു വന്നൊരു വാട്സാപ്പ് മെസ്സേജ് ഇങ്ങനെയായിരുന്നു, കേരള പോലീസിന്റെ ഔദ്യോഗിക പേജിൽ നിന്നും പ്രസിദ്ധീകരിച്ച വിവാദ പോസ്റ്റ് ഇതിനകം ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു. അപ്പൊ ഇതൊരു ടൈപ്പ് മിസ്റ്റേക്കോ കാര്യങ്ങളോ അല്ല. അപ്പോൾ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് അപ്രൂവലിലേക്ക് അതോറിറ്റിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അത് സ്ക്രൂട്ടൈൻ ചെയ്ത് എന്താണ് അതിലുള്ള ഡാറ്റ എന്ന് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഒരു ബ്ലാങ്കിൽ ഒരു പോസ്റ്റ് അയച്ചു കൊടുക്കുന്നു, ഒരാൾ അപ്രൂവ് ചെയ്യുന്നു, മറ്റൊരാൾ പോസ്റ്റ് ചെയ്യുന്നു. അതിനകത്തുള്ളൊരു ജനവികാരം അവർ മനസ്സിലാക്കുന്നില്ല. അത് അറിഞ്ഞോ അറിയാതെ ചെയ്തതാവാന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവര് ഇപ്പം എന്നുള്ളൊരു ട്രെൻഡിങ് കാര്യം, ഇപ്പം ഇതാണല്ലോ എല്ലാവരും പരിപാടി, ട്രെൻഡിങ് പിടിക്കുക ആണല്ലോ എല്ലാവരും പരിപാടി. ഇതിനുള്ളൊരു ട്രെൻഡിങ് കാര്യം ഇവരത് എടുത്തിട്ട് പോസ്റ്റ് ആക്കി. ഇപ്പൊ നമ്മളൊരു ട്രെൻഡിങ് കാര്യം എടുത്ത് പോസ്റ്റ് ആക്കിയാൽ നമ്മളെ വീഡിയോസും ഇതെല്ലാം വൈറലാവും. അതേപോലെ ഇവരും ചെയ്തു. പക്ഷെ അതിന്റെ ബാക്ക് എൻഡിൽ എന്താണ് നടക്കുന്നത്? അത് എത്ര ആൾക്കാർക്ക് അത് ദൂഷ്യം ചെയ്യും, അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് അത് വിഷമം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കണം. ചില ഫാൻസിന് അത് ഇഷ്ടമായിരിക്കും, പക്ഷെ മറു ഫാൻസിന് ചിലപ്പോൾ അത് ദഹിക്കണം എന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കാണിച്ചിരുന്ന അലിഗേഷൻസ് ഒന്നും പ്രൂവ് ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. റൂൾസ് എല്ലാം ഒപ്പോസ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ആ റൂൾസും കാര്യം എല്ലാം ഫേവറബിൾ ആണെന്ന് പറയാൻ പറ്റൂല. എന്നുവെച്ചാൽ ഇവർ ഈ റഫർ ചെയ്ത് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ അലിഗേഷൻസ് നടക്കുന്ന ടൈമിൽ ഇമാതിരി പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? അപ്പോൾ അതിനെ എഗെയിൻസ്റ്റ് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. അപ്പം എല്ലാ ഫാൻസും, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഫാൻസും
ഇത് നല്ല രീതിയിൽ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പോസ്റ്റ് എന്തായാലും ഡിലീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കണ്ടില്ല, ഇങ്ങനെ ദൃശ്യമാണെന്ന് അറിയില്ല, പക്ഷെ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കണ്ടില്ല ആ പർട്ടിക്കുലർ പോസ്റ്റ്. അപ്പം അതിനെതിരെ എന്നുള്ള രീതിയിൽ കുറേ ക്യാമ്പയിൻസും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഈവൻ ഇൻസ്റ്റയിലും കുറേ ഷെയർ വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. കുറെ ആൾക്കാർ ഇരിക്കുക പോസ്റ്റുകൾ അയക്കുന്നുണ്ട്. ആസ് എ ഒരു ഫാൻ എന്ന രീതിയിൽ നിങ്ങളത് കണ്ടില്ലേ, ഇപ്പോൾ കേരള പോലീസുകാർ നിങ്ങൾ പറയുകയാണ് വേറെ ഒരാളും ഇല്ലല്ലോ, കേരളത്തിൽ പോലും പോലീസുകാർ പോലും നിങ്ങളൊപ്പം ഇല്ല, ഇപ്പൊ മനസ്സിലായില്ലേ, ഇത് അവര് തന്നെ സമ്മതിച്ചു തന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് വെച്ചുറപ്പിക്കാൻ പറ്റില്ല. അമ്മാതിരി വേണ്ടാത്ത കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ആവശ്യം ഞാൻ ഉദ്ദേശിച്ചോളം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം, അതാണ് ഞാൻ പറയുന്നത്. പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു പർട്ടിക്കുലർ സാധനം ഇനിയും ആൾക്കാരിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും, സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ആൾക്കാർ സേവ് ചെയ്തുകൊണ്ടാണല്ലോ നമുക്ക് ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇതെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനൊരു പർട്ടിക്കുലർ പോസ്റ്റ് ഇടേണ്ട എൻ്റെ ഒരു ഉത്തരവാദിത്വം. അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ്, ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഇടുന്നില്ല, അത് വേറെ കാര്യം. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇട്ട് വെച്ചിട്ട് പേജിന് റീച്ച് കൂട്ടാന്നല്ലാണ്ട് വേറെ ഉപകാരം വരെ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് ഒരാൾ നല്ലൊരു അതോറിറ്റി മോണിറ്റർ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആ അതോറിറ്റി മോണിറ്ററൈസേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇൻ കേസ് ചെയ്യുന്ന അതോറിറ്റി അതിന് ഫീസിബിൾ അല്ലെങ്കിൽ ആ അതോറിറ്റിനെ മാറ്റണം. ഇവരാൾക്ക് കൊടുക്കുന്നു, അപ്രൂവൽ അയക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നമ്മളൊരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നല്ലേ, നമുക്ക് ആ ഹൈറാർക്കി അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ അതോറിറ്റി അത് ടേക്ക് കെയർ അതിൻ്റെതായ രീതിയിൽ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ഒരു ഫണ്ണി ലെവലിൽ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു ഫണ്ണിയിൽ തമാശയ്ക്ക് ഒരു പരിധി ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതിനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ഈ പോസ്റ്റിനെതിരെ പറഞ്ഞ് ഞാനൊരു എല്ലാത്തിനും എതിർത്ത് പറയുന്ന ഒരാളായിട്ടല്ല. പക്ഷെ ചെയ്ത കാര്യങ്ങൾ അവർക്ക് മോശം തോന്നിയോണ്ടായിരിക്കും അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് എത്ര പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും, എത്ര ആൾക്കാർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് വരുന്ന കോൺട്രവേഴ്സികൾ അതാരാ ഇത് ചെയ്യും? അതിന് സർക്കാരിന് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റില്ലല്ലോ, ഒബ്വിയസ്ലി എടുക്കാൻ പറ്റില്ല. എൻ നമ്പർ ഓഫ് പോസ്റ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, എൻ നമ്പർ ഓഫ് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും, ഈവൻ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതോറിറ്റിയുടെ ഇഷ്യൂസ് തന്നെയാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റായിട്ട് ജനവികാരം നോക്കാതെ അപ്രൂവ് ചെയ്യുന്നു, ആ ജനവികാരം നോക്കാതെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും. ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റുകൾ എല്ലാവരും ഒരു ജനവികാരം തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ന്യൂസിലെല്ലാം കാണാൻ പറ്റുന്നു, മെസ്സി ഇത്ര അടിയുള്ള ഫ്ലക്സ് വെച്ചു, ഇത്ര അടിയുള്ള കട്ടൗട്ട് വെച്ചു. ഇതെല്ലാം എന്തിനാണ്? അത് 4 വർഷം കൂടി ഈ സാധനം, അത് 4 വർഷം കൂടി ഒരു വേൾഡ് കപ്പ് വരുന്നത് ഇവിടെ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്രയും കോൺട്രവേഴ്സികൾ ഉണ്ടാവും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ടീമിനെ മാത്രം കോൺട്രവേഴ്സി ചെയ്യുന്നുള്ള അർത്ഥം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ആ മൊത്തം ജനങ്ങൾ, ഇപ്പം ഈ നേരെ ആൾക്കാർ പറയുന്നുണ്ട്, ഫ്ലക്സ് വെച്ച ആൾക്കാരുടെ അടുത്ത് ന്യൂസ് പോകുന്നു, അവിടെ കവറേജ് നടക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ ആ ഒരു എഫേർട്ടിനെ, ആ ഒരു ഫാൻസിനെ, അവർ ചെയ്ത എഫേർട്ടിന് നിങ്ങളിപ്പോൾ ഒരു പുല്ല് വിലയിൽ നൽകുന്നത് ഈ ഒരു പർട്ടിക്കുലർ സാധനം ഇട്ടിട്ട്. ഇത് ഫിഫയിലെ തന്നെ റെപ്യൂട്ടഡായ കുറേ റഫറിമാരും പിന്നെ മുൻ ലെജൻസ്, പ്ലേയേഴ്സ് എല്ലാം അതിനെതിരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ആ പർട്ടിക്കുലർ ഗെയിമിൽ നടന്നതെന്ന്. എന്നിട്ടും ഈ മാതിരി ഒരു പോസ്റ്റ് വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം എന്നാണ് പറയേണ്ടത്. ഫാൻസ് പറയുന്നത് ഓക്കെ, ഇപ്പോൾ പല ഫാൻസുകളുണ്ടായിരിക്കും, പല ടീമിൻ്റെ ഫാൻസും പല രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഒരു ഗവൺമെൻറ് റെപ്യൂട്ടഡ് ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഗവൺമെൻറ് റെപ്യൂട്ടഡ് ഒരു ഫേസ്ബുക്ക് പേജ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അവിടെ നിന്ന് ഈ രീതിയിലുള്ള ഒരു പോസ്റ്റുകൾ വരുമ്പോൾ എന്താണ് ഈ ജനങ്ങൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഈ റീച്ചിന് വേണ്ടിയോ ഇതിനു വേണ്ടിയോ ഒന്നല്ലല്ലോ ഇത് നടത്തുന്നത്. സോഷ്യൽ അവയർനെസ് ഉണ്ടായിരിക്കണം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യലി ഉള്ള മെമ്പേഴ്സിന് അത് എത്തണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതിനു വേണ്ടിയാണല്ലോ നിങ്ങൾ ഇതൊക്കെ നടത്തുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും റീച്ചുള്ളൊരു പേജിൽ ഈ രീതിയിലൊരു പോസ്റ്റ് വരുമ്പോൾ അതിനുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ അത് എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ ഒരു പോസ്റ്റിലിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ പല രീതിയിൽ നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയിട്ടൊക്കെ കള്ളന്മാരെ പിടിക്കുന്ന വീഡിയോസും റീലൊക്കെ ഇടുന്നുണ്ട്, BGM കുത്തിക്കേറ്റിട്ട്. അതിനെ കൈയടിക്കുന്ന അതേ ജനങ്ങളും ഫാൻസ് തന്നെയായിരിക്കും ഈ മാതിരി പോസ്റ്റിനും വന്നിട്ട് ചീത്ത വിളിക്കുന്നത്. പിന്നെ ഈ ഒരു
പോസ്റ്റ് വേറെ ഏതെങ്കിലും പേജിലാണ് വന്നിരുന്നെങ്കിൽ, അപ്പാർട്ട് ഫ്രം എനി അതർ പ്ലാറ്റ്ഫോം ഓർ എനി അതർ പേജ് എക്സ്ക്ലൂഡിങ് ഗവൺമെൻറ് പേജ്, നല്ല രീതിയിലുള്ള തെറി കേട്ടാൻ കേൾക്കാലോ. കേരള പോലീസ് എന്നല്ല, വേറെ ഏത് പേജിൽ വന്നിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള തെറി കമൻറ്റ് കിട്ടാൻ. ഈ പേജിൽ പോയിട്ട് തെറി കമൻറ്റ് ഇടാൻ പറ്റൂലല്ലോ. ഇട്ടിട്ടുണ്ടായിരിക്കും ആൾക്കാർ, ഞാൻ ഇട്ടിട്ടില്ല. ഇട്ടുണ്ടെങ്കിൽ ഇവന്മാർ മറ്റേ ഐ ഡി തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ വന്ന് എടുത്തുണ്ടു. അതാണ് പ്രശ്നം. അപ്പോൾ അവരതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു. ഒന്നാമത് കോൺട്രവേഴ്സി ആയിട്ട് കേരളത്തിൽ മാത്രം കോൺട്രവേഴ്സി ആയിട്ട് നടക്കുന്നൊരു പ്രശ്നം ഇന്ത്യയിലും ഉണ്ടാവും. ആ ഒരു പ്രശ്നത്തിന് അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യണം. എത്ര കേസുകളുണ്ടായിരുന്നു. ആ രീതിയിൽ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഇടാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊരുമാതിരി ഒരു ടീമിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് നല്ല പോസ്റ്റുകളായിരിക്കും അവർ ഉദ്ദേശിച്ചത്. മനസ്സിൽ ഉദ്ദേശം നല്ലതായിരിക്കും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്ത് വരുമ്പോൾ, ഔട്ട്പുട്ടായിട്ട് വരുമ്പോൾ പലരും പല രീതിയിലായിരിക്കും കാണുന്നത്. ഇപ്പം ഞാൻ എന്നെ കാണുന്ന പോലെ ആയിരിക്കില്ല വേറെ ആൾക്കാർ എന്നെ കാണുന്നത്. അത് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം ഈ ഒരു മാതിരി പോസ്റ്റ് ഇട്ടേനെ എന്തായാലും ഒരു ഇതെടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും പറയുന്നത്. ഇതാരാണ് അപ്രൂവ് ചെയ്തത്, അവർക്കും അതിൻ്റേതായ ഇതുണ്ടായിരിക്കണം, അതോറിറ്റി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഈ പോസ്റ്റ് പിൻവലിച്ചു, മുഖ്യമന്ത്രി പറഞ്ഞ് പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും അതിലൊരു കാര്യമില്ല. കാണേണ്ട ആൾക്കാർ കണ്ടു, കാണാത്ത ആൾക്കാർക്ക് കണ്ട ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നിട്ട് എന്താ ഇത്ര സ്പെഷ്യലായിട്ട് എനിക്കും തോന്നിയിട്ടില്ല.